ഇത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. ജനാധിപത്യ രീതിയിലാണോ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ജനാധിപത്യം ഇല്ലാതായോ എന്ന് ഭയക്കേണ്ട സാഹചര്യമാണ് വന്നിരുന്നത്. ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരാണോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയല്ല, കള്ളത്തരത്തിലൂടെ അധികാരത്തിൽ കയറിയവരാണോ നമ്മളിപ്പോൾ ഭരിക്കുന്നതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് പ്രതിപക്ഷം പ്രകടനം നയിച്ചുകൊണ്ട് ആയില്ല. നാളെ ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താൻ പോകുന്നു. തിങ്കളാഴ്ച രാജീവ് പ്രതിഷേധത്തിന് പോകുന്നു. ഇത് പ്രതിപക്ഷത്തിന് മാത്രം ആവശ്യമല്ല, ഇവിടുത്തെ ഓരോ പൗരൻ്റെ ആവശ്യമാണ്. നമുക്കതിന് സത്യം തെളിയണം, സത്യം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ്. രാഹുൽ ഗാന്ധിയെ പറ്റി എപ്പോഴും പറയാറുള്ള രാഹുൽ ഗാന്ധി വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, വൈകാരിക പ്രകടനം നടത്തുന്നു. അങ്ങനെയല്ല, ഇന്ന് രേഖകൾ സഹിതം കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി എന്ന് ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചേർന്നിട്ടായിരിക്കും ഈ പരിശോധന നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ റിസർച്ച് ഉണ്ട്, അതിന്മേലുള്ള ഒരു കഠിന ശ്രമമുണ്ട്, അതിൻ്റെ ഫലമായി പുറത്തു വന്ന തെളിവുകളുണ്ട്. അതിന് കൃത്യമായ മറുപടി കിട്ടിയേ തീരൂ. അതല്ലാതെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ ഫ്രസ്ട്രേഷനാണ് എന്ന മറുപടി പര്യാപ്തമാകില്ല. ആ മറുപടി കിട്ടിയേ തീരൂ. തീർച്ചയായിട്ടും ആ മറുപടി കിട്ടിയേ മതിയാകൂ. അറിയേണ്ടത് ഇതിനോട് എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഗൗരവത്തോടുകൂടി പ്രതികരിക്കുമോ എന്നുള്ളതാണ്. ഫാക്ട് ചെക്ക് എന്ന് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫാക്ട് ചെക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇത് ഒരു പരാതിയും കോൺഗ്രസിൻ്റെ പരാജയപ്പെട്ട MP-മാരിൽ നിന്നോ MLA-മാരിൽ നിന്നോ കിട്ടിയിട്ടില്ല തുടങ്ങിയ മറുപടികളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. Meet the editors.